സഫാരി തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ടൈഗർ സൈറ്റിംഗ്. രണ്ടെണ്ണം കൂടെ വന്നിട്ട് മുഖാമുഖം നിൽക്കുന്നത് കണ്ടോ. നോക്കി, ഒരു യമണ്ടൻ കാട്ടുപോത്ത് നിന്ന് വെള്ളം കുടിക്കുന്നത്. റോക്കറ്റ് പോലെ ജിപ്സികൾ പോകുന്നുണ്ടോ. ഇത് പിന്നെയും അലാം കോള്. മുന്നേ കോള് കേട്ട ഭാഗത്തോട്ട് കയറിപ്പോയ ജിപ്സി അതേപടി തിരിച്ചു വരുന്നുണ്ടേ. ഓടി നടന്ന് അടി ഉണ്ടാക്കുന്നുണ്ടോ. എനിക്ക് സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. എനിക്ക് മാനുകൾ പരക്കം പായുന്നത് ഇതുണ്ടോ. ഈ ടൈപ്പ് താറാവിനെ മുന്നേ കണ്ടിട്ടുണ്ടോ. കടുവ വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണ്, എത്ര റിലാക്സ്ഡ് ആയിട്ടാണ് ആശാത്തി കിടക്കുന്നത്. നോക്കി, മണ്ണിൽ കുത്തിയിട്ട് കലിപ്പ് തീർക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ ഒരു പുതിയ സ്ഥലത്താണ് കേട്ടോ. കടുവകളെയൊക്കെ കാണാൻ പറ്റിയ കംപ്ലീറ്റ്ലി ഒരു പുതിയ സ്ഥലം. അപ്പോൾ പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതല്ല, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ നമ്മളധികം വരാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങോട്ടേക്കൊന്നും അധികം അറിയപ്പെടാത്തൊരു സ്ഥലമാണ് ഉംറഡ് പോണി കരഹണ്ടല വൈൽഡ് ലൈഫ് സാങ്ച്വറി. നമ്മുടെ മഹാരാഷ്ട്രയിലെ ടഡോബയ്ക്കൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇവിടെ പ്രധാനമായിട്ട് 3 സഫാരി ഗേറ്റുകളാണുള്ളത്. ഗോത്തൻഗാവ്, പൗണി, അതുപോലെ കർഹണ്ടല. അതിൽ ഗോത്തൻഗാവ് ഗേറ്റിലാണ് നമ്മുടെ ആദ്യത്തെ സഫാരി. രാവിലെ സഫാരി തുടങ്ങിയപ്പോൾ തന്നെ ഗൈഡുമാർ പറഞ്ഞിട്ടുണ്ട് ഒരു ടൈഗർ സൈറ്റിംഗ് ഉണ്ടെന്ന്. അങ്ങോട്ടേക്ക് വിട്ടു പോവുകയാണ്. ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി അടുത്ത കാലത്ത് ഫേമസ് ആയത് F2 എന്ന് പറഞ്ഞൊരു ടൈഗ്രസ് കാരണമാണ്. F2 വിത്ത് 5 കപ്സ്. അത് ഇവിടുത്തെ ഒരു റെഗുലർ സൈറ്റിങ്സ് ആയിരുന്നു. അതായത് മൊത്തം 6 കടവുകൾ. ഒന്ന് ആലോചിച്ച് നോക്കി, 6 കടവുകൾ ഒരുമിച്ച് കിടക്കുന്നത്. അങ്ങനെ F2നെയും കപ്സിനെയും കൂടെ സ്ഥിരമായിട്ട് കിട്ടാറുള്ളത് നമ്മുടെ ഈ ഗോത്തൻഗാവ് ഗേറ്റിൽ തന്നെയാണ്. വാവ്, സഫാരി തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ടൈഗർ സൈറ്റിംഗ്. അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നോക്കി, എല്ലാം എഴുന്നേറ്റ് നമ്മളെ നോക്കുന്നത്. ഇത് F2 അല്ല, അതുപോലെ തന്നെ ഇതൊരു അഡൾട്ട് ടൈഗറും അല്ല കേട്ടോ. ഇതൊരു ഫീമെയിൽ കബ്ബാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള എക്സ് മാർക്ക് എന്ന് പറഞ്ഞ് വേറൊരു ടൈഗറസ് ഉണ്ട്. അതിൻ്റെ 2 കപ്സിലൊരെണ്ണമാണ്. കടുവ കിടക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ ഇരിക്കുന്നുണ്ടോ, വൈറ്റ്. നമ്മൾ പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിനെ മുൻപ് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അവിടെ കിടക്കുമായിരുന്ന കടുവ ഒരു സഫാരി വണ്ടി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റുണ്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് സബ് അഡൾട്ട് ആണെന്ന്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അത്ര ബോൾഡൊന്നും ആയിട്ടില്ല, ജസ്റ്റ് സെപ്പറേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പേടി മാറിയിട്ടില്ല. അതുകൊണ്ടാണ് എഴുന്നേറ്റ് നേരെ കാട്ടിനകത്തോട്ട് കയറിപ്പോയി. തോടിൻ്റെ കരയായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പക്ഷികളുണ്ട്. നോക്കി, ഇതൊരു ഓറഞ്ച് ഹെഡഡ് ത്രഷാണ്. രാവിലെ എന്തൊക്കെയോ കൊത്തിപ്പറക്കി നടക്കാൻ തോന്നുന്നത്. കടുവ കയറിപ്പോയ സ്ഥലം കണ്ടോ. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു ഒരു തോട്ടിലാണ് കടുവയുള്ളതെന്ന്. വെള്ളമൊക്കെ കുറവാണ്, എന്നാലും വേനൽക്കാലമായിട്ടും ഇത്രയും വെള്ളമൊക്കെ ഉണ്ടല്ലോ. വെള്ളവും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും, തണലും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ വന്ന് കിടക്കുന്നത്. ഏതായാലും നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം കയറിപ്പോയ കടുവ തിരിച്ചിറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും കടുവ തിരിച്ചിറങ്ങി വന്നില്ല. അതുകൊണ്ട് തന്നെ അത് കയറി പോകാൻ സാധ്യതയുള്ള അപ്പുറത്തെ റോഡിലൂടെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഗൈഡ് പറഞ്ഞതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഓൾറെഡി അവിടെ കിടന്ന കുറേ വണ്ടികൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. നോക്കി എന്തുമാത്രം വണ്ടികളെന്ന്. അപ്പോൾ ടൈഗർ സൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാത്രമല്ല, എവിടെയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വണ്ടികളെല്ലാം ആ ഭാഗത്തേക്ക് എത്തും. ഓൾറെഡി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വണ്ടികളെല്ലാം കൂടെ നിന്ന് സ്ഥലത്തേക്കാണ് കാട്ടിനകത്ത് നിന്ന് കടുവ ഇറങ്ങി വന്നത്. അതായത് നമ്മൾ പോയി നിന്നത് കറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത്ര വലിയ പേടിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും വണ്ടികളും ആൾക്കാരും നിൽക്കുന്നതിന് ഇടയ്ക്കോട്ട് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നടന്നു വരുന്നുണ്ട്. ചെറിയൊരു കരുതലുണ്ട് മുഖത്ത്, അത്രയേ ഉള്ളൂ. നമുക്ക് നേരെ വന്നുകൊണ്ടിരുന്ന കടുവ അത്രയും സഫാരി വണ്ടികൾ അവിടെ നിൽക്കുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു. നല്ല തിരിഞ്ഞ് ആ സൈഡിലോട്ട് കയറിപ്പോയി.
കടുവ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതനുസരിച്ച് സഫാരി വണ്ടികൾ തിക്കി തിരക്കുവാണേ പുറകെ പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇനിയിപ്പോൾ നിങ്ങളുടെയൊക്കെ തെക്കും തിരക്കും കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നുള്ള മട്ടിൽ പുള്ളിക്കാരത്തി അങ്ങോട്ട് കിടന്നേ. കടുവ എവിടെ കിടക്കുമ്പോൾ സഫാരി വണ്ടികൾ എവിടെ പോകാനാ? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നല്ല പൊസിഷനൊക്കെ എടുത്തു എന്നല്ലാതെ എങ്ങും പോയില്ല കേട്ടോ. അവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കടുവ മെല്ലെ എഴുന്നേറ്റ് നമ്മുടെ സൈഡിൽ കൂടെ വന്നിട്ട് കാട്ടിനകത്തോട്ടം കയറിപ്പോയ കടുവയെ നോക്കിയിട്ട് ഇനി അവിടെ വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടരുവാണേ. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നേരം കടുവയെ കാണാൻ കിട്ടിയല്ലോ. ഇത് കണ്ടില്ലേ, നല്ല വേനൽക്കാലത്താണ് നമ്മളിവിടെ വന്നേക്കുന്നത്. ഏപ്രിൽ മാസത്തിലാണ് കേട്ടോ നമ്മൾ ഈ ട്രിപ്പ് നടത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ കാട് നല്ല രീതിയിൽ ഡ്രൈ ആണ്. പക്ഷേ അടിക്കാടുകൾ ഡ്രൈ ആണെന്നേ ഉള്ളൂ. മുകളിൽ കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും പച്ചപ്പ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാണ്. 45 ഡിഗ്രി വരെയാണ് ഉംറയിലെ ഇപ്പോഴത്തെ ചൂട്. നമ്മളിവിടെ അടുത്തുള്ള ഒരു ലേക്കിലേക്ക് വന്നേക്കാണ്. ഇവിടെയാണ് സ്ഥിരമായിട്ട് F2-ൻ്റെ സൈറ്റിങ്സ് കിട്ടാറുള്ളത്. F2 വിത്ത് ടബ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ ലേക്കിൽ F2-നെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വാട്ടർ ബേർഡ്സ് ഒക്കെ കാണാം. കടുത്ത വേനലായതുകൊണ്ട് തന്നെ ഒരുപാട് ബേർഡ്സും അതുപോലെ ആനിമൽസും ഒക്കെ ഈ ലേക്കിൻ്റെ സൈഡിലേക്ക് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രെഡേറ്റേഴ്സും സമ്മർ സീസണിൽ മിക്കവാറും ഈ തടാകക്കരയിലൊക്കെയാണ് സൈറ്റിങ്സ് കൂടുതൽ കിട്ടാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അതിഭീകര ചൂടാണ്. നമുക്ക് തന്നെ കുറച്ച് നേരത്തേക്ക് സഫാരിക്ക് വന്നിട്ട് കൂടി സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം സ്ഥിരം ഫുൾ ടൈം ഇതിനകത്തുള്ള ആനിമൽസിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. 45 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത ചൂട് തന്നെയാണ്. നോക്കി പവിഴക്കാലികൾ മേറ്റിംഗ് ആണ്. ഏതായാലും ഇത്ര കടുത്ത വേനൽക്കാലത്തും ഇതുപോലെ ഇങ്ങനെ തടാകം നിറഞ്ഞ് വെള്ളം കിടക്കുന്നത് കാണുന്ന ഒരു ആശ്വാസമുള്ള കാര്യമാണ്. കാരണം മൃഗങ്ങൾക്ക് കുടിക്കാൻ ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ. ഈ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ വേറെയും തടാകങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഗോതങ്കാവിലെ സഫാരിക്കൊക്കെ ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ കർഹണ്ടല ഗേറ്റിൽ സഫാരിക്ക് വന്നേക്കുവാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഗേറ്റാണ് ഈ കർഹണ്ടല ഗേറ്റ്. ശരിക്കും സൈറ്റിങ്സ് ഒക്കെ അടുത്തിടയ്ക്ക് കൂടുതൽ ഗോതങ്കാവിലാണെങ്കിലും ഇവിടുത്തെ മേജർ ഗേറ്റ് എന്ന് പറയുന്നത് ഈ കർഹണ്ടല ഗേറ്റാണ് കേട്ടോ. നമ്മൾ എവിടെയും വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ ലേക്കിനെ കേന്ദ്രീകരിച്ചാണ് സൈറ്റിങ്സ് കൂടുതൽ കിട്ടാറ്. ഇതുണ്ടല്ലേ, വലിയ ലേക്ക് ഇവിടെയും ഉണ്ട് കേട്ടോ. ലേക്കിൽ വെള്ളം പറ്റി കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെ താഴേക്ക് ഇറങ്ങിയേ. അപ്പം ഈ രാവിലെ ഈ ഭാഗത്ത് ആനിമൽസ് വല്ല വെള്ളം കുടിക്കാനൊക്കെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. രസമെന്ന് നോക്കി സൺറൈസിൻ്റെ സമയത്ത് ഈ തടാകക്കര വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ കരയിലായിട്ട് കുറച്ച് കാട്ടുപന്നികൾ നോക്കി അതിൽ നടക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചെറിയൊരു മഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. ഇവിടെ ഈ ഒരു സമ്മർ സമയത്ത് സഫാരി വെളുപ്പിന് 5:30 തുടങ്ങും. 5:30 ആകുമ്പോൾ തന്നെ വെട്ടമൊക്കെ വീഴും. അപ്പം ശരിക്കും 6 മണി പോലും ആയിട്ടില്ല. അപ്പോൾ ഈ പകലിൻ്റെ സമയം കൂടുതലുള്ളതുകൊണ്ടാണ് ഈ ഒരു സമ്മർ സീസണിൽ 5:30 സഫാരി തുടങ്ങുന്നത്. മൊത്തം 4 മണിക്കൂറാണ് സഫാരി വരുന്നത്. അതുപോലെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സീസണിൽ സഫാരി തുടങ്ങുമ്പോഴത്തേക്കും അത് വെളുപ്പിന് 6:30 ആയിരിക്കും. അങ്ങനെ സമയം ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് നോട്ട് ചെയ്തിട്ട് വേണം വരുന്നവർ വരാൻ. നമ്മളിവിടെ വരുമ്പോഴത്തേക്കും വേറെയും വണ്ടികൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് അലാം കോൾസ് ഉണ്ട് സ്പോട്ടഡ് ഡിയറിൻ്റെ. അപ്പം മിക്കവാറും ഈ തടാകരയിൽ എവിടെയോ ആയിട്ട് സാധനമുണ്ട്.
അലാം കോൾ കേട്ട സ്ഥലത്ത് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തെങ്കിലും കാര്യം ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നത് പാസ് ചെയ്ത് പോയതായിരിക്കും. കാരണം അലാം കോൾസ് ആണെങ്കിലും ദൂരേക്ക് മാറി മാറിയാണ് പോകുന്നത് പോലെ കേട്ടത്. അപ്പം മിക്കവാറും കയറി പോയിട്ടുണ്ടാവും. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. നോക്കി ഒരു യമണ്ടൻ കാട്ടുപോത്ത് നിന്ന് വെള്ളം കുടിക്കുന്നത് എന്നാ സാധനം നോക്കി. നല്ല ഭീകര സൈസാണ് കേട്ടോ. ഒരെണ്ണമല്ല, വേറെ ഒരെണ്ണം കൂടെ വരുന്നുണ്ട് സൈഡിൽ നിന്ന്. രണ്ടെണ്ണം ഒരുമിച്ച്. ശരിക്കും അഡൾട്ടായിട്ടുള്ള ഇത്രയും സൈസുള്ള രണ്ട് മെയിൽ എന്നാ പറയണ്ടേ കാട്ടുപോത്തുകളെ ഒരുമിച്ച് കാണുന്നത് അത്ര കോമൺ അല്ല. രണ്ടെണ്ണം കൂടെ വന്നിട്ട് മുഖാമുഖം നിൽക്കുന്നത് കണ്ടോ. രണ്ട് ഭീകരന്മാർ നേർക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ച് നോക്കിയെന്ന് ഞങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് കൂട്ടത്തിൽ വലിപ്പമുള്ളവൻ മെല്ലെ സൈഡിലേക്ക് കയറി പോകുന്നുണ്ടോ തിരിഞ്ഞ്. ഇടത് സൈഡിൽ നിന്ന് വന്ന് ഇതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ചെറുതാണ്, വലിപ്പത്തിലും ചെറുതാണ്, അതുപോലെ തന്നെ കൊമ്പ് ഒക്കെ കണ്ടിട്ട് പ്രായത്തിലും ചെറുതാണെന്ന് തോന്നുന്നത്. ഏതായാലും നമ്മുടെ ആശാൻ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് മെല്ലെ അങ്ങോട്ട് കയറി പുള്ളിക്ക് വഴിമാറി കൊടുത്താന്ന് തോന്നുന്നു. ഈ കാട്ടുപോത്തുകളുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ആ കാണുന്ന കാട്ടിൽ നിന്ന് ചെറിയ അലാം കോൾസ് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലങ്കൂറിൻ്റെ അലാം കോളൊക്കെ ഉണ്ട്. ഇതേ അവൻ കയറിപ്പോയപ്പോഴത്തേക്കും ഇപ്പുറത്തുനിന്ന് വന്നവൻ ഇറങ്ങി വെള്ളം കുടിക്കുന്നുണ്ടോ. ഈ കാട്ടുപോത്തുകളെ ഇതുപോലെ ബാച്ചലർ ഗ്രൂപ്പായിട്ട് മെയിൽസിനെ കാണാറുണ്ട് ഒരുമിച്ച്. അങ്ങനെ അത്ര കോമൺ അല്ലെങ്കിലും ഇങ്ങനെ ഇവന്മാർ ബാച്ചലർ ഗ്രൂപ്പ്സ് ഫോം ചെയ്യാറുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഈ ടൈപ്പ് താറാവിനെ മുന്നേ കണ്ടിട്ടുണ്ടോ? ഇതിനെ നോ ബിൽഡ് ഡക്ക് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കോംബ് ഡക്ക് എന്നും പറയും. ആ ഫ്രണ്ടിൽ കാണുന്നില്ലേ ഒരു നോബ് പോലത്തെ സാധനം, അതുള്ളത് കൊണ്ടാണ് ഇതിന് ആ പേര് വന്നേക്കുന്നത്. ഏതായാലും നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുള്ളായിട്ട് വൈറ്റ് ബോഡിയിൽ ബ്ലാക്ക് പാച്ചസും പിന്നെ അതുപോലെ ബ്ലൂ ഗ്രീൻ കളറും ഒക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ബേർഡാണ് കേട്ടോ ഈ നോ ബിൽഡ് ഡക്ക്. നോക്കി മണ്ണിൽ കുത്തിയിട്ട് കലിപ്പ് തീർക്കുന്നത്. ആ പുറകിൽ രണ്ടാമത് വന്ന കാട്ടുപോത്താണ് ഇത്. ഞാൻ അവനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞില്ലായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അവൻ്റെ ആ വരവിൽ തന്നെ ഒരു പന്തികേടുണ്ടായിരുന്നു. എനിക്ക് പുള്ളി മണ്ണിൽ കുത്തിയിട്ട് കലിപ്പ് തീർക്കുന്നത്. എന്നാണേലും വെള്ളം കുടിച്ചിട്ട് ആശാൻ കയറിപ്പോയാൽ അതിൻ്റെ പുറകെ തന്നെയാണ് പുള്ളി നടന്നു പോകുന്നത്. പുള്ളി ഭൂരിഭാഗം സമയം ഇതുപോലെ തല താഴ്ത്തി പിടിച്ചേക്കുമായിരുന്നു കേട്ടോ. മുന്നേ അപ്പുറത്തെ കരയിൽ നിന്ന് കേട്ടോണ്ടിരുന്ന അലാം കോൾസ് നല്ല ആക്റ്റീവായ സ്ട്രോങ് അലാം കോൾസ് ആയി. അതുപോലെ തന്നെ കണ്ടിന്യൂസ് കോൾസും ഉണ്ട്. ഇവിടെ കരയിൽ നിൽക്കുന്ന മാനുകൾ അകത്തേക്ക് ശ്രദ്ധിക്കുന്നുമുണ്ട്. മിക്കവാറും ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടുപോത്തിൽ കയറി വരുന്നതിന് മുന്നേ ഒരു ഹണ്ടിനെങ്ങാനും സാധ്യതയുണ്ടോ? ഇത്രയും വലിയ രണ്ട് ഭീകര സൈസുള്ള സാധനം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സാധ്യത വളരെ കുറവാണ്. എന്നാൽ പോലും ടൈഗർ ഇറങ്ങി വരുമോ എന്ന് നമുക്ക് നോക്കാം. എന്നെ ഒരു കാഴ്ച അല്ലേ, രണ്ട് യമണ്ടൻ കാട്ടുപോത്തുകൾ നേർക്ക് നേരെ വന്നിട്ടേ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. നോക്കി അയ്യോ നല്ല ആറ്റം സൈസ് ഏതായാലും. ഇവിടെ വന്നിട്ട് കാട്ടുപോത്തുകളെ നമ്മളുടെ കാട്ടിലൊക്കെ കാണുന്ന പോലെ അത്രയ്ക്കും തന്നെ കാണാനില്ല. എന്നാലും കിട്ടിയത് നല്ല കിണ്ണൻ സാധനമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അലാം കോൾ കേട്ട ഭാഗത്തോട്ട് ഇവന്മാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ. എന്നാലും അങ്ങനെ വലിയ പേടിയൊന്നും കൂടാതെ കൂസലില്ലാതെ മെല്ലെ അങ്ങോട്ട് തന്നെയാണ് അവർ കയറി പോകുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പുറത്തെ കരയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കുറേ നേരം അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് അതിലെ മെല്ലെ നടന്ന് കാട്ടിലേക്ക് കയറിപ്പോയി കേട്ടോ രണ്ടുപേരും കൂടെ. ഏതായാലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഫ്രണ്ട്ലി ഗ്രൂപ്പ് തന്നെയാണ്. അങ്ങനെ വഴക്കൊന്നും ഇവന്മാർ തമ്മിലുണ്ടായിട്ടില്ല. ആദ്യം അപ്പുറത്തെ സൈഡിൽ നിന്ന് അലാം കോൾ കേട്ടതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന കരയിൽ നിന്ന് ഈ സൈഡിൽ നിന്നും കാട്ടിനകത്ത് നിന്ന് അലാം കോൾ കേൾക്കുന്നുണ്ട്. കുട്ടികൾ പരക്കം പായുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. നോക്കിയ ഒരു പൈഡ് കിങ് ഫിഷർ. ഇതിങ്ങനെ എയറിൽ ഇതുപോലെ ഹോവർ ചെയ്ത് നിൽക്കുകയെ ഹെഡ് എന്നാ സ്റ്റില്ലായിട്ടാണ് നിൽക്കുന്നത് നോക്കി. എന്നിട്ട് വെള്ളത്തിലേക്ക് പെട്ടെന്ന് ഒരൊറ്റ കൂപ്പൂത്തിൽ കുത്തിയിട്ട് മീനെ പിടിക്കും. അങ്ങനെയാട്ടോ ഈ പൈഡ് കിങ് ഫിഷറിൻ്റെ ഹണ്ടി.
നമ്മൾ അലാംകോൾ കേട്ട സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തടാകക്കര ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ബേഡ്സും അതുപോലെ തന്നെ ഉടുമ്പ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആനിമൽസൊക്കെ ഉണ്ട്. നമുക്ക് വെറുതെ ഇരിക്കേണ്ടി വരുന്നില്ല. മുന്നേ കോള് കേട്ട ഭാഗത്തോട്ട് കയറിപ്പോയ ജിപ്സി അതേപടി തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തൊന്നും ഇല്ലെന്ന് വേണം കരുതാൻ. എന്നെ പൊടിയാന്ന് എനിക്ക്. നമ്മൾ മാത്രമല്ല, ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ജിപ്സി ഉണ്ട്. അത് കൊള്ളാലോ. എന്തോ കാര്യമായ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഓടി നടന്ന് അടി ഉണ്ടാക്കുന്നതുണ്ടോ? എഴുന്നേറ്റ് നിന്നിട്ട് രണ്ടിടി, അത് കഴിഞ്ഞ് വീണ്ടും ഓടും, വീണ്ടും എണീറ്റ് നിന്നിട്ട് ഇടി. കാട്ടുപന്നികളുടെ ഗുസ്തി കാണാൻ രസമുണ്ട്. ഏതായാലും റോക്കറ്റ് പോലെ ജിപ്സികൾ പോകുന്നുണ്ടോ? എന്തോ സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ വെയിറ്റ് ചെയ്തിരുന്ന ജിപ്സികളെല്ലാം കൂടെ പറപ്പിച്ച് പോകുന്നത് പൊടിയുടെ അഭിഷേകമാണ്. അപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് വെച്ചില്ലെങ്കിൽ മൊത്തം പൊടി കയറും. എന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് ആദ്യം ഒരു ജിപ്സിക്കാരൻ പെട്ടെന്ന് എടുത്ത് പോകുന്ന പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പുറകെ പോയതാണെന്ന് തോന്നുന്നത്. കാരണം പോകുന്ന വഴിക്ക് ജിപ്സിക്കാർ തമ്മിൽ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടൊന്നും കണ്ടില്ല. അതുകൊണ്ട് ജിപ്സിക്കാർ പലതും പല വഴിക്ക് പോയിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒരു ജിപ്സിക്കാരൻ തമാശയ്ക്ക് വേണ്ടി ചെയ്ത പരിപാടിയാണെന്ന് തോന്നുന്നു. ഇത് പിന്നെയും അലാം കോൾ. ഇവിടെ അലാം കോൾസിന് ഒരു പഞ്ഞവും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ടൈഗറിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടാവും. നമുക്ക് കാട്ടിലായതുകൊണ്ട് കാണാൻ കിട്ടാത്തതായിരിക്കും. ഓ, എന്ത് വലിയൊരു മാനിൻ്റെ കൂട്ടമെന്ന് നോക്കിയേ. അവർ ശരിക്കും നല്ല രീതിയിൽ അലേർട്ടാണ്. ചെറിയ രീതിയിൽ പാനിക്കുവാണ്. മാനുകൾ പരക്കം പായുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ടേ. നല്ല രീതിയിൽ പാനിക്കായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നു. മിക്കവാറും ആ ഭാഗത്ത് എവിടെയെങ്കിലും എന്തിനേലും കണ്ടിട്ടുണ്ടാവണം. രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. दो साइड से इधर उधर चल रहा है. हाँ, एक इधर गया, इधर से वापस आया. രണ്ട് സൈഡിൽ നിന്ന് മാനുകൾ ഓടിയിട്ട് നടുക്ക് ഭാഗത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ടോ? മിക്കവാറും ലെഫ്റ്റിലും റൈറ്റിലും ഇനി കടുവയുണ്ടോ? മുന്നേ രണ്ട് ഭാഗത്തുനിന്നും അലാങ്കോൾ നമ്മൾ കേട്ടിരുന്നു. ഏതായാലും കുറച്ചധികം നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തെങ്കിലും ഒന്നും സംഭവിച്ചില്ല. മാനുകളും കുറച്ച് റിലാക്സ് ആയി അങ്ങ് കയറിപ്പോയേ. അതുകൊണ്ട് നമ്മളും നിന്ന് തിരിച്ചു പോകും. ഏതായാലും കർഹണ്ട്ല ഗേറ്റിലെ സഫാരി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണേ. കടുവയുടെ സൈറ്റിങ്സ് കിട്ടിയില്ലെങ്കിൽ തന്നെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സഫാരി ആയിരുന്നു ഇവിടുത്തേത്. ഇവിടുത്തെ ഒരു മെയിൻ ഗേറ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ടൈഗർ സൈറ്റിങ്സ് കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ കർഹണ്ട്ല ഗേറ്റ്. ഈ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാവേ. ഇത് ശങ്കർ, ജയശങ്കർ ചേട്ടൻ, രണ്ടുപേരും ഭയങ്കര വൈൽഡ് ലൈഫ് പ്രേമികളും യാത്രക്കാരും കേട്ടോ സ്ഥിരം. ഇത് പിന്നെ നമ്മുടെ ഹാരിസും. ഇതാട്ടോ നമ്മൾ താമസിക്കുന്ന സാൻഡി ഹോം സ്റ്റേ. കിടിലൻ ഹോം സ്റ്റേ, അടിപൊളി ഫുഡ്, നല്ല സൗകര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഗോത്തൻകാവ് ഗേറ്റ്. ഉണ്ടല്ലേ, ഇവിടെ പ്രധാനമായിട്ടും രണ്ട് സ്റ്റേ, നല്ല സ്റ്റേകളാട്ടോ ഉള്ളത്. കുറേ എണ്ണം ഉണ്ട്. അതിൽ ഇവിടെ അടുത്തുള്ള രണ്ട് സ്റ്റേ, ഒന്ന് തപന്യ, അതെ നമ്പറൊക്കെ ഇതിൽ തന്നെയുണ്ട്. പിന്നെ നമ്മൾ താമസിച്ച സാൻഡി ഹോം സ്റ്റേ, ഇവിടെയാണ് നമ്മൾ താമസിച്ചത് കേട്ടോ. നല്ല അടിപൊളി ഫുഡൊക്കെയാണ്. സ്റ്റേ കുറച്ചുകൂടെ നല്ലത് തപന്യാന്ന് തോന്നുന്നു. ഫുഡ് ഇവിടുത്തേത്. ഇതാണ് നമ്മുടെ ഡ്രൈവറും ഗൈഡും അമിത്. ആപ്കന സൗരഭ് ആൻഡ് അമിത്. ഇവർ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ, കിടിലൻ ഡ്രൈവറും ഗൈഡുമായിരുന്നേ. അങ്ങനെ നമ്മുടെ ഗോത്തൻകാവ് ഗേറ്റിലെ അടുത്ത സഫാരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ടൈഗർ അവിടെ തന്നെ ഉണ്ടെന്ന് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വിട്ടു പോവുക കേട്ടോ, വേറെ എവിടെയും നിർത്താതെ. നമ്മൾ പാഞ്ഞെത്തിയപ്പോഴത്തേക്കും ടൈഗർ അവിടെ തന്നെയുണ്ട്. കുറ്റിക്കാട്ടിലായിരുന്നു. എല്ലാം എഴുന്നേറ്റിട്ടുണ്ടേ. കുറ്റിക്കാടിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റ് വന്നിട്ട് താഴെ തോടിൻ്റെ കരയിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടേ. അതായത് നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നു അതേ സ്ഥലത്ത്. പുള്ളിക്കാരത്തിൻ്റെ ഫേവറേറ്റ് സ്പോട്ടാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഇറങ്ങി വന്ന് കിടക്കുന്ന കണ്ടോ. കടുവയുടെ നേരെ മുന്നിലേക്ക് ഒരു ജിപ്സി കുത്തി കയറ്റിക്കൊണ്ട് ചെന്നതാണേ. അത് കണ്ടിട്ട് അശാത്തി മെല്ലെ പേടിച്ച് വന്ന സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു കയറിപ്പോയേ.
കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കയറിപ്പോയ സ്ഥലത്ത് അതേപടി തന്നെ പുള്ളിക്കാരത്തി ഇറങ്ങി വന്ന് കിടക്കുന്നതുണ്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, സബ് അഡൾട്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേടി മാറി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലെ പെട്ടെന്ന് വണ്ടിയൊക്കെ കാണുമ്പോൾ പേടിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ പരിചയപ്പെട്ട് വരുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ബോൾഡ് ടൈഗർസ് ആയിക്കോളും. കടുവയെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റുമായിട്ട് ഇഷ്ടം പോലെ ബേർഡ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കേണ്ട, ടൈഗർ മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ബേർഡ്സിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. ഇത് കണ്ടോ, കടുവ കിടക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോയി ജിപ്സി നിർത്തിയേക്കുന്നതും ഇന്നലത്തെ അതേ സെയിം സ്പോട്ടിൽ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഇങ്ങോട്ടേക്ക് നോക്കിയിട്ട് നല്ല പോസൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നല്ല പടങ്ങളൊക്കെ കിട്ടും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, ഇത് എക്സ് മാർക്ക് എന്ന് പറഞ്ഞ ഒരു ടൈഗറസിൻ്റെ 2 കബ്സിൽ ഒരെണ്ണമാണെന്ന്. അപ്പം ഒരെണ്ണം മെയിൽ ഒരെണ്ണം ഫീമെയിലുമാണ്. അതിൽ ഫീമെയിൽ കബ്ബാണിത്. ഇതിന് റീസെൻ്റായിട്ട് അവർ പേര് വരുത്തുണ്ടേ, ടോലാ ഫീമെയിൽ. ആരാണോ ഇതിന് പേരൊക്കെ ഇടുന്നത്? ഏതായാലും കൊള്ളാം അല്ലേ, ടോലാ ഫീമെയിൽ. നോക്കുന്നു പേര് കേട്ടപ്പോൾ. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മെല്ലെ എഴുന്നേറ്റ് അപ്പുറത്ത് പോയി വെള്ളം കുടിക്കുന്നുണ്ടോ. കടുവ വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണ്, എന്താ പൂച്ച വെള്ളം കുടിക്കുന്ന പോലെ തന്നെ. ബിഗ് ക്യാറ്റ് ഫാമിലി ആണല്ലോ, അപ്പം വ്യത്യാസം വരാൻ യാതൊരു സാധ്യതയില്ല. വളരെ സാവകാശമാണ് വെള്ളം കുടിക്കുന്നത്. ഒരു ഗ്ലാസ് അല്ലെ 1 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കണേ എത്ര നേരം ഇരുന്ന് കുടിക്കണമെന്ന് ആലോചിക്കുക. ശരിക്കും ഇത് കുറേ നേരം ഇവിടെ ഇരുന്ന് കുടിക്കുകയും ചെയ്തു. നമ്മളിത് കഴിഞ്ഞ മാസം ഏപ്രിൽ ലാസ്റ്റ് വീക്ക് പോയി ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതിന് പേരിട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് അറിഞ്ഞാണ് കേട്ടോ ടോലാ ഫീമെയിലിന് പേരിട്ടിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രദർ ഞാൻ പറഞ്ഞില്ലേ, ഒരു മെയിൽ കബ്ബും കൂടി ഉണ്ടെന്ന്, സബ് അഡൾട്ട്. അതിനും പേരിട്ടിട്ടുണ്ട്. അതിന് പേരിട്ടേക്കുന്നത് സിദ്ധു എന്നാണ്. എനിക്ക് വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് എണീറ്റ് ജസ്റ്റ് നമ്മളെ ഒന്ന് നോക്കി ആ സമയത്ത് ക്ലിക്ക് ചെയ്ത ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ നല്ല പടം കിട്ടിയിട്ടുണ്ടാവും. അവിടെ കിടന്നിട്ട് അങ്ങ് വലിയ സുഖം വരാഞ്ഞിട്ടാന്ന് തോന്നുന്നത്. എഴുന്നേറ്റിട്ട് ആദ്യം കിടന്ന് അതേ സ്ഥലത്തോട്ട് വന്ന് കിടക്കുന്നതുണ്ടോ. അപ്പോൾ നമ്മളും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഫോട്ടോയും റീൽസും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ .green__ ചാനൽ എന്നുള്ള ഇൻസ്റ്റാ ID കണ്ടാൽ മതി. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ആംഗിളിൽ നിന്ന് കുറേ നേരമായിട്ട് കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് വേറൊരു സ്ഥലത്ത് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവർ അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് പോവുകയാണേ. ജിപ്സി അടുത്തോട്ട് വരുന്നത് കണ്ടപ്പോഴത്തേക്കും അവിടുന്ന് എഴുന്നേറ്റ് തൊട്ട് മേളിലോട്ട് കയറി അവിടെ അങ്ങ് കിടന്നു കേട്ടോ ആശാത്തി. എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് കിടക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നോക്കുന്നതൊക്കെ ഉണ്ട്. ഈ ഒരു 5 മിനിറ്റ് പോലും അങ്ങനെ കിടന്നില്ല. വീണ്ടും പുള്ളിക്കാരത്തി എഴുന്നേറ്റ് താഴേക്ക് വന്ന് ആദ്യം കിടന്ന സ്ഥലത്ത് കിടക്കാൻ വേണ്ടിയിട്ട് വരുവാണേ. കാരണം നമ്മളെ ഒന്ന് നോക്കി നമ്മൾ വലിയ കുഴപ്പക്കാരല്ല പ്രശ്നക്കാരല്ല എന്നൊക്കെ തോന്നിയിട്ടാണെന്ന് തോന്നുന്നു. വേറെ ജിപ്സി ഒന്നുമില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. നോക്കി നമ്മളെ നോക്കിയിട്ട് അവിടെ തന്നെ വന്ന് കിടന്നു, ആദ്യം കിടന്ന അതേ സ്ഥലത്ത്. നോക്കിയ പേടിയൊക്കെ മാറി എത്ര റിലാക്സ്ഡ് ആയിട്ടാണ് ആശാത്തി കിടക്കുന്നത്. നല്ല രസമില്ലേ. ഏതായാലും പുള്ളിക്കാരത്തിനെ നമ്മളിനി അധികം ശല്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഉറങ്ങട്ടെ. പോകുന്ന വഴിയിൽ ജിപ്സികളൊക്കെ നിർത്തിയിട്ടേക്കുന്നത് കണ്ടിട്ട് പാഞ്ഞ് ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ഇപ്പോൾ അങ്ങ് കയറി പോയതോളെന്നാണേ. നമ്മുടെ സഫാരികളിൽ സ്ഥിരം സംഭവിക്കാറുള്ള കാര്യമാണ്. നമ്മുടെ ടോള ഫീമെയിലിൻ്റെ മദർ എക്സ് മാർക്ക് ഇവിടെ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. എന്തായാലും അവിടെ ഇനിയും വെയിറ്റ് ചെയ്യുന്നതിൽ കഥയില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര തുടരുവാണേ. ഈവനിങ് ആയി, ഇനി നല്ല സൈറ്റിങ്സിന് സാധ്യതയുള്ള സമയമാണ്. ഇത് പറഞ്ഞു തീർന്നില്ല, അതിന് മുന്നേ തന്നെ ഉണ്ട് ലെപ്പേർഡാണ് കയറിപ്പോകുന്നത്. നമ്മൾ ശരിക്കും കണ്ടു, പക്ഷേ ക്യാമറ എടുത്തപ്പോഴത്തേക്കും റോഡ് സൈഡിൽ തന്നെ നിൽക്കുമായിരുന്നു. കുറ്റിക്കാട്ടിലോട്ട് കയറിപ്പോയി. അതുകൊണ്ട് മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ശരിക്കും വൃത്തിയായിട്ട് കണ്ടു ലെപ്പേർഡിന്. ലെപ്പേർഡ് ഇവിടെ അത്ര കോമൺ സൈറ്റിംഗ് അല്ല. സൺസെറ്റ് ആയതുകൊണ്ട് തന്നെ ചൂടിന് ചെറിയൊരു ആശ്വാസമുണ്ടേ. ശരിക്കും ഉച്ച കഴിഞ്ഞത്തെ സഫാരി തുടങ്ങുന്ന 3 മണി സമയത്തും അതുപോലെ രാവിലത്തെ സഫാരി തീരാൻ പോകുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചൂടാണേ.
ഒരു കൂട്ടം കാട്ടുപോത്തുകൾ നിന്ന് മേയുന്നുണ്ടോ. വൈകിട്ടായപ്പോഴത്തേക്കും എല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഗോതങ്കാവ് ഗേറ്റിൽ രണ്ടാമത്തെ സഫാരിയാണ് തീരാൻ പോകുന്നത്. അതിനിടയ്ക്ക് ആദ്യമായിട്ട് കണ്ട കാട്ടുപോത്തിൻ്റെ കൂട്ടമാണിത്. നമ്മുടെ സഫാരി ഡ്രൈവറിനെ പരിചയപ്പെട്ടില്ലായിരുന്നു അമിത്. നല്ല സാഹസിക ഡ്രൈവറാണ് കേട്ടോ. ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ തല പോയി മരത്തിലിടിക്കും. വേറൊന്നല്ല, പുള്ളി നല്ല സ്പീഡിൽ മാക്സിമം സൈറ്റിങ്സ് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പം ഏതായാലും സഫാരിയൊക്കെ പോകുമ്പോഴത്തേക്കും വണ്ടിയിൽ പിടിച്ച് മുറുക്കെ ശ്രദ്ധിച്ചൊക്കെ ഇരുന്നോണം. നമ്മുടെ അടുത്ത സഫാരി ഇവിടുത്തെ പൗണി എന്ന് പറഞ്ഞിട്ടുള്ള ഗേറ്റിലാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മൊത്തം 3 ഗേറ്റ് ഉണ്ടെന്ന്. നമ്മൾ ആദ്യം സഫാരി എടുത്ത് ഗോതങ്കാവ് ഗേറ്റിൽ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കർഹണ്ടല ഗേറ്റിൽ പോയി കഴിഞ്ഞ് 3ാമത്തെ ഗേറ്റാണ് ഈ പൗണി ഗേറ്റ് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാട് മറ്റു 2 സ്ഥലത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഡ്രൈ ആണ്. ഇവിടെയും കുറച്ച് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ലേക്ക് ഉണ്ട്. ആദ്യം അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൈഡുമാർ അങ്ങോട്ടേക്ക് വിളിച്ചു പിടിപ്പിക്കുകയാണ്. ഇത് നോക്കി പോകുന്ന വഴിയിൽ കണ്ടതാണ് 2 വൈൽഡ് ഡോഗ്സ് കിടക്കുന്നുണ്ടോ. 2 എണ്ണം അതിൻ്റെ പുറകിൽ ഒരെണ്ണം കൂടി ഉണ്ട്. കാട്ടുപട്ടികൾ അഥവാ ഡോൾസ് എന്നറിയപ്പെടുവേ. നമ്മൾ അപ്രോച്ച് ചെയ്താൽ ഓടിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നമ്മളിങ്ങോട്ട് കുറച്ച് മാറ്റിയിട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്കും കളറിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഒരു ഇത്തിരിയും കൂടെ ഡാർക്ക് കളറാണ് കേട്ടോ ഇവയ്ക്ക്. പിന്നെ ആ കഴുത്തിനടിയിലുള്ള വൈറ്റ് പാടുകളൊക്കെ കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ താമസിച്ചു ഗോതങ്കാവ് ഗേറ്റിന് അടുത്തായിട്ടുള്ള സാൻഡി ഹോം സ്റ്റേയിലാണല്ലോ. അപ്പോൾ അവിടുന്ന് ഈ പോണി ഗേറ്റിലോട്ടൊക്കെ വരണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. ഏകദേശം 2 മണിക്കൂറിനടുത്തുള്ള യാത്രയുണ്ട്. അതുപോലെ നമ്മുടെ കർഹണ്ടല ഗേറ്റ് ആണെങ്കിലും കുറച്ച് ദൂരമുണ്ട്. ഒരു 3/4 മണിക്കൂറോളം ഒക്കെ യാത്ര ചെയ്താലേ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. അതനുസരിച്ച് സഫാരിക്ക് വരുമ്പോൾ നേരത്തെ ഇറങ്ങേണ്ടി വരും. നമ്മൾ സഫാരിക്ക് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഫുള്ളി കവേർഡ് ആയിട്ട് വന്നില്ലെങ്കിൽ പൊടി അടിച്ച് നാശകോശമാവുകയെ. പൊടി മാത്രമല്ല സൺബേണും അടിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ സമ്മർ സമയത്ത് ഇവിടുത്തെ ടെമ്പറേച്ചർ 45-46 ഡിഗ്രിയൊക്കെയാണ്. ഈ അടുത്തിടയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയത് ഇതിനടുത്തുള്ളൊരു സ്ഥലത്താണ്. നമ്മൾ ഒടുവിൽ കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം ഞാൻ മുന്നേ പറഞ്ഞ ആ ലേക്കിനടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കൂട്ടം ആനകളും അതുപോലെ തന്നെ ലംഗൂർസും നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. നല്ല ചൂടും അതുപോലെ തന്നെ നല്ല വെയിലും ആട്ടോ. നട്ടുച്ച വെയിലത്ത് ഇവിടെ ഇറങ്ങിയിരുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഈ സമയത്ത് ഇതിലേക്ക് ടൈഗർ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് ഇടയ്ക്കൊക്കെ ഈ ഒരു ലേക്കിൻ്റെ സൈഡിൽ നിന്ന് ടൈഗർ സൈറ്റിങ് കിട്ടാറുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആനിമൽസ് ഓരോന്നോരോന്നും മെല്ലെ ഇറങ്ങി വരുന്നതുള്ളെന്ന് തോന്നുന്നേ. നോക്കി ഒരു മ്ലാവ് ഇറങ്ങി വരുന്നേ. വളരെ കരുതലോടെ ശ്രദ്ധിച്ചാണ് പുള്ളി ഇറങ്ങി വരുന്നത് കേട്ടോ. അതിൻ്റെ കൊമ്പ് അടുത്തിടയ്ക്ക് പൊഴിഞ്ഞാന്ന് തോന്നുന്നു. ഒരു വെൽവെറ്റ് ആൻഡ്ലർ പുതിയ കൊമ്പ് മുളച്ച് വരുന്നതുണ്ടോ. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തെന്നെങ്കിലും ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുവാണേ. നോക്കി തിരിച്ചു പോരുന്ന വഴിക്കൊരു മ്ലാവ് റോഡ് ക്രോസ് ചെയ്യുന്നത് കുറച്ചുകൂടെ വലുതാണ് കേട്ടോ മുന്നേ കണ്ടതിനെക്കാട്ടിലും. ഇതും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. ലേക്കിൻ്റെ ആ ഭാഗത്തേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി തന്നെ പോകുമായിരിക്കും. അപ്പോൾ നമ്മുടെ സഫാരിയുടെ ചാർജ് വരുന്നത് ഏകദേശം 4500 രൂപയാണ്. ഗൈഡ് ഫീയും അതുപോലെ സഫാരി ചാർജും ജിപ്സി എല്ലാം കൂടെ ചേർത്തിട്ട്. പിന്നെ ക്യാമറയ്ക്ക് 400 രൂപ. അത് ഒരാൾ ബുക്ക് ചെയ്താലും 6 പേര് ബുക്ക് ചെയ്താലും നമുക്ക് ഒരേ ചാർജാണ് ജിപ്സിക്ക് വരുന്നത്. ഇത് ബുക്ക് ചെയ്യുന്നത് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ mahaforest.gov.in. നമ്മുടെ ടഡോബയൊക്കെ ബുക്ക് ചെയ്യുന്ന അതേ സൈറ്റിൽ തന്നെയാണ്. അതിൽ ഉംറഡ് സെലക്ട് ചെയ്താൽ മതിയേ. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക. പ്രത്യേകിച്ച് സഫാരി വീഡിയോസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സ്റ്റേ വീഡിയോസ്, ട്രക്കിംഗ് വീഡിയോസൊക്കെ ആകട്ടെ കൂടുതലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ വാട്സപ്പ് ചാനലിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കുക. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ എല്ലാവർക്കും ബൈ ബൈ.